ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 9-ാം തീയതി 344-ാമത്തെ ദിവസത്തിലെത്തി. ഈ ആണ്ട് തീരാനായിട്ട് ഇനി 23 ദിവസങ്ങളേ ഉള്ളൂ. ദൈവം നമ്മൾ ഓരോരുത്തരോടും കനിവ് കാട്ടിയാൽ അത്രയും ദിവസങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒരു ആശ്വാസവും അവശേഷിക്കുന്ന ഒരു സന്തോഷവുമൊക്കെ. മരച്ചുവട്ടിൽ കണ്ണടച്ചിരിക്കുന്ന സന്യാസിയെ എന്നും കാണുമായിരുന്നു വിറകുവെട്ടുകാരൻ. ഒരു ദിവസം സന്യാസി വിറകുവെട്ടുകാരന് കാട്ടിനുള്ളിൽ ചെമ്പയിലുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിറകുവെട്ടുകാരൻ കൂടുതൽ സമ്പാദിച്ചു. പിന്നീട് സന്യാസി വെള്ളിയും പിന്നീട് സ്വർണവും രത്നവുമുള്ള സ്ഥലങ്ങൾ വിറകുവെട്ടുകാരന് പറഞ്ഞു കൊടുത്തു. ആവശ്യത്തിലധികം പണം സമ്പാദിച്ച വിറകുവെട്ടുകാരന് ഒരു സംശയം തോന്നി. ധനത്തെക്കുറിച്ച്, വലിയ നിധികളെക്കുറിച്ച് ഇത്രയും ധാരണയുണ്ടായിട്ടും ഈ സന്യാസി എന്തിനാണ് മരച്ചുവട്ടിൽ കണ്ണും പൂട്ടിയിരിക്കുന്നത്? അവസാനം ആ മരം വെട്ടുകാരൻ മരച്ചുവട്ടിലെത്തി സന്യാസിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: എനിക്കൊന്നും വേണ്ട, കണ്ണടച്ചിരിക്കുന്ന അങ്ങയുടെ കല ഒന്ന് പറഞ്ഞു തരാമോ? എല്ലാം അറിയുന്നവർക്ക് ഒന്നിനോടും ഒരുപക്ഷെ ആർത്തി ഉണ്ടാവില്ല. അറിഞ്ഞതിനെയും അനുഭവിച്ചതിനെയും അതിജീവിച്ചവരാവും അവർ. ഇഷ്ടപ്പെടുന്നതിനെയെല്ലാം സ്വന്തമാക്കണമെന്ന് കരുതുന്നത് ശരിക്കും സ്വയം കീഴടങ്ങലാണ് കേട്ടോ. വികാരങ്ങൾക്കും ആസക്തികൾക്കും ഒക്കെ. ദൂരക്കാഴ്ചകളിലെ മനോഹാരിത സമീപദൃശ്യങ്ങളിൽ ഉണ്ടാകണമെന്നുമില്ല. ചില യാത്രകളിലൊക്കെ അത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. ചില കാര്യങ്ങൾ, അത് സമ്പത്തായാലും സൗന്ദര്യമായാലും, കാഴ്ച വസ്തുക്കളായി തന്നെ നിലനിൽക്കട്ടെ, സ്വന്തമാക്കിയ പലതിനോടും വിരസതയും വിയോജിപ്പുമൊക്കെ ഉണ്ടായിട്ടില്ലേ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ? എല്ലാം ഉണ്ടായിട്ടും ഒരായുസ് മുഴുവൻ ചെലവഴിച്ചിട്ടും വിറക് മാത്രം ശേഖരിച്ചു മടങ്ങുന്നു എന്നതാണ് ജീവിതത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമര്യാദ. നിധിയുടെ ചുറ്റും നടന്നു നിത്യവൃത്തിക്ക് വേണ്ടത് മാത്രം നേടി എവിടെയോ അപ്രത്യക്ഷരാകുന്നവരാണ് നമ്മളിലെ ഭൂരിഭാഗവും ആളുകൾ. ജനനവും മരണവും സ്വാഭാവികമാണ്. പക്ഷേ അതിനിടയിലുള്ള ജീവിതം ശരിക്കും ഒരു അത്ഭുതമായി മാറേണ്ടതാണ്. ഓരോ സായാഹ്നവും വിട പറയേണ്ടത് നെടുവീർപ്പുകളോടുകൂടി അല്ല കേട്ടോ, പിന്നെ കുഞ്ഞു കുഞ്ഞ് നേട്ടങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാവണം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം യേശു ഇപ്രകാരം പറഞ്ഞ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്: ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് എന്ന് തന്നെ പറയുകയാണ്. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഓരോരുത്തരുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും ഹൃദയം. ഹൃദയം എവിടെയാണ്? ഏത് നിക്ഷേപങ്ങളിലാണ് ഓരോരുത്തരും സമർപ്പിച്ചിരിക്കുന്നത്, പെട്ടുപോയിരിക്കുന്നത്, തിരിച്ചു പോരാനാവാത്ത വിധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്? ഒന്ന് തിരിച്ചറിയാനായിട്ട്, ഒരു ബോധോദയത്തിനായിട്ട് ഒരാണ്ട് അവസാനിക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് കർത്താവായ യേശുവിൻ്റെ തിരുപ്പിറവിയോട് അടുക്കുന്ന ഈ അവസരത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങാം, കാത്തിരിക്കാം. ആമേൻ.